നമസ്കാരം. 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. അപ്പോൾ ആ പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: മായക്കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന ഒരുപാട് കാഴ്ചകളുടെ ഘോഷയാത്രയെക്കുറിച്ച്. അപ്പോൾ ആ കാഴ്ചകൾ എപ്രകാരമുള്ളതാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളല്ല അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്, അല്ലേ? മാധ്യമങ്ങളുടെ ഉള്ളടക്കം ചിലപ്പോഴൊക്കെ ഈ മായക്കാഴ്ചകൾ പോലെയാണ്. നമുക്ക് വാസ്തവികമല്ലാത്ത കാഴ്ചകളായിരിക്കും അവ പലപ്പോഴും നമുക്ക് തരുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് ഇമോജി. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, നവമാധ്യമങ്ങളിലൊക്കെ ആശയവിനിമയ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നവയാണല്ലോ ഇമോജികൾ, അല്ലേ? അത് നമ്മുടെ ഒരു വൈകാരിക തലത്തെയൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് വിനിമയം ചെയ്യുന്നതിനൊക്കെ ഈ ഇമോജികൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വലിയ ആശയങ്ങളെ ചെറിയ വാക്കുകൾ, ചെറിയ കാര്യങ്ങളിലൂടെ, ചിത്രങ്ങളിലൂടെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഇമോജികൾക്ക് കഴിയുന്നുണ്ട്. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേര് അന്നന്നത്തെ മോക്ഷം എന്നാണ്. ഇത് എഴുതിയിട്ടുള്ളത് PN ഗോപികൃഷ്ണൻ എന്ന കവിയാണ്. നമ്മുടെ മലയാള കവിതയിൽ വളരെ ശ്രദ്ധേയനായ സമകാലിക കവികളിൽ ഒരാളാണ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള അന്നന്നത്തെ മോക്ഷം. ഇത് സമകാലിക കേരളീയ സമൂഹത്തിലെ നവമാധ്യമ സംസ്കാരത്തെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ്. നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ രീതികളെയൊക്കെ, നമ്മുടെ സമകാലിക കേരളീയ സംസ്കാരത്തെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന കവി കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ അന്നന്നത്തെ മോക്ഷം എന്നാണ് ആ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ആ പേരും കൂടെ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് അന്നന്നത്തെ മോക്ഷം? ഈ മോക്ഷം എന്നുള്ള വാക്ക് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ പരമ്പരാഗതമായി വിചാരിക്കുന്ന ഒരർത്ഥത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അർത്ഥത്തിൽ നിന്നും ഒരു അർത്ഥ പരിണാമം സംഭവിച്ച രീതിയിലാണ് ഇവിടെ ഈ മോക്ഷം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ നിരന്തരമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയും നേടുന്ന അറിവുകളിലൂടെയും ഒക്കെ കടന്ന് എത്തിച്ചേരുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു ഇടം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ മോക്ഷം എന്ന പദത്തെ സാധാരണഗതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ അന്നന്നത്തെ മോക്ഷം എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു അർത്ഥത്തിനൊരു വ്യതിയാനം സംഭവിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ഐറണിയാണ് കവി യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതാത് ദിവസം മോക്ഷം കിട്ടുക, അന്നന്നത്തെ മോക്ഷം. അതായത് ജീവിതം എന്ന് പറയുന്നത് ഒരു നിരന്തരമായ ഒരു പ്രക്രിയയാണ്, നമുക്കറിയാം, അല്ലേ? അവിടെ ഈ നൈരന്തര്യത്തിലൂടെ കടന്നാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരേണ്ടത്. പക്ഷേ നമ്മുടെ ജീവിതം അതാത് ദിവസം ആഘോഷിക്കുക. ഇന്ന് എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തെ കിട്ടിയത്, അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയാണോ നമ്മൾ ജീവിതം നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക, ആഘോഷമാക്കുക എന്നുള്ള ഒരു വ്യത്യസ്തമായ ഒരു രീതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇന്നലെയുമായും നാളെയുമായും ബന്ധമില്ലാത്ത ഒരവസ്ഥയാണ്. ഇന്നത്തെ ജീവിതം ഇന്നുകൊണ്ട് ജീവിച്ചു തീർക്കുകയാണ്. അങ്ങനെ ഇന്ന് തന്നെ നമുക്ക് മോക്ഷം ലഭിക്കുകയാണ്. ആ രീതിയിലാണ് കവി ആ മോക്ഷം എന്നുള്ള പദത്തെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ആ കവിതയിലേക്ക് ഒന്ന് കടക്കാം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ. അപ്പൊ ഈ ഒരു തമാശ, മൊബൈലിൽ വന്ന ഒരു തമാശ ഒരു വ്യക്തിയെ പാടെ തന്നെ മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ കവിതയിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും, അല്ലെ? മൊബൈലിലൊക്കെ തമാശ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വളരെയധികം ആസ്വദിക്കും. എന്നാൽ ഈ തമാശ വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നിയെന്നാണ് ഈ ആഖ്യാതാവ് പറയുന്നത്. അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് അപ്രകാരമാണ്. ഒരു തമാശ വായിച്ച് വലം കൈയിൽ ഒരു വിരൽ കൂടി ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ തമാശ മറ്റുള്ളവർക്കും കൂടെ പെട്ടെന്ന് പങ്കുവെക്കാനുള്ള ഒരു വ്യഗ്രത, ഒരു തിടുക്കം ഇത് കിട്ടിയ ആൾക്കുണ്ടായി.
അതുകൊണ്ട് അദ്ദേഹം അതിവേഗത്തിൽ ഇത് അടുത്ത ആളുകൾക്ക് പല പല ആളുകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, ആ വിരലിന്റെ സ്പീഡ്, മിന്നൽ വേഗത്തിലാണ് ഈ വിരലുകൾ ചലിക്കുന്നത്. അതുകൊണ്ട് ഒരു വിരൽ കൂടി മുളച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നി. മാത്രവുമല്ല, കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ. അപ്പൊ നമ്മൾ വായിച്ചാസ്വദിച്ച ആ തമാശ വേറൊരാൾക്ക് നമ്മുടെ പേരിൽ ചെല്ലുമ്പോൾ ആ കിട്ടുന്ന ആൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ്, നമുക്ക് ഭയങ്കര ഒരു ആനന്ദം അനുഭവിക്കുകയാണ് നമ്മൾ, അല്ലേ? ആ ആനന്ദമാണ് കൃഷ്ണമണി കൂടുതൽ തിളക്കമുള്ളതാക്കിയത്. അപ്പം നമ്മൾ കൂടുതൽ നമുക്ക് സന്തോഷമായി. അപ്പം നമ്മുടെ കണ്ണുകൾക്ക് തിളക്കം വർദ്ധിച്ചു. അതുപോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ, അങ്ങനെ ഒരു അനുഭൂതിയും കൂടെ അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. അപ്പോൾ തൻ്റെതായ തൻ്റെ ഉടമസ്ഥതയിൽ ഒരു തമാശ താൻ അയച്ചു കൊടുത്തത് വായിച്ച് നമ്മൾ അയച്ചു കൊടുത്ത ആരെങ്കിലും ആവട്ടെ, അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാകുന്നു. ആ സന്തോഷം നമ്മുടെ കൃഷ്ണമണിക്ക് തിളക്കം കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ ഒരു അനുഭൂതി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നോക്കിയേ, എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും. ഇതാണ് ആഖ്യാതാവ് പറയുന്നത്. എൻ്റെ മനസ്സിൻ്റെ ഇനി ആ വന്ന തമാശ ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അത് എന്താണ് സംഭവിക്കുക? അത് എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാനത് ആർക്കും അയച്ചു കൊടുക്കാതെ ഞാനത് സൂക്ഷിച്ച്, ഖജനാവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പണവും സ്വർണവും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഇടമാണ് ഖജനാവ് എന്ന് പറയുന്നത്, അല്ലെ, ട്രഷറിയാണ്. അപ്പം അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഈ തമാശയ്ക്ക് ഒരു അല്പനിമിഷം കഴിഞ്ഞാൽ ഇതിന് പ്രസക്തി നഷ്ടപ്പെടും, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആ തമാശ വളിക്കും പുളിക്കും ചീയും. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു തമാശ അയച്ചു കൊടുത്തിട്ട് ചിലപ്പോൾ വളരെ മുൻപ് തന്നെ അറിഞ്ഞിട്ടുള്ള തമാശയാണെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ നമുക്ക് പെട്ടെന്ന് ആദ്യം അനുഭവപ്പെടുന്ന ഒരു ചിന്ത. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. ഇത് തൻ്റെ കൈ വെച്ചിരുന്നാൽ വളിക്കും പുളിക്കും എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് എന്താണ്, അത് പെട്ടെന്ന് 150 പേർക്ക് വിതരണം ചെയ്തു. ഇപ്പൊ ആ വിരൽ മുളച്ചതിന്റെ അർത്ഥം ഇപ്പം കൂടുതൽ വ്യക്തമാകുന്നുണ്ട്, അല്ലെ? 150 പേർക്ക് ഞൊടിയിട കൊണ്ട് ആ സന്ദേശം പായുകയാണ്, ആ തമാശ പായിഞ്ഞു പോവുകയാണ്. അപ്പം നമുക്ക് തമാശ മാത്രമല്ല, ഏത് വിവരം നമുക്ക് കിട്ടിയാലും ഉടനെ നമ്മൾ അടുത്ത ആൾക്ക് കൈമാറുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്, അല്ലെ? പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മൾ ഈ നവ മാധ്യമങ്ങളിൽ സദാ വിഹരിക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേരും, അല്ലെങ്കിൽ വളരെയധികം പേര് അത് ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഒരു വിവരം അറിഞ്ഞാൽ അത് അടുത്ത ആളെ അറിയിക്കുക, അല്ലെങ്കിൽ കുറച്ചേറെ പേർക്ക് അത് ഷെയർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ വലിയ ഒരു അത്യാവശ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത് 150 പേർക്ക് വിതരണം ചെയ്തു. അപ്പം കിട്ടിയ കാര്യം, ആ തമാശ ആസ്വദിച്ചു, അത് വിതരണം ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല. ഇതാണ് ആഖ്യാതാവിന് തോന്നിയ കാര്യം. നമ്മളൊരു 150 പേർക്ക് അത് അയച്ചു കൊടുത്താൽ, 150 പേരെ ഊട്ടിയാൽ, അല്ലെ, 150 പേരെ ഊട്ടുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരാമർശം കൂടെ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്. അപ്പം 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ചിന്തയും കൂടെ, അല്ലെ, നമുക്ക് ഇവിടേക്ക് കടന്നു വരികയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മളിത് ഈ 150 പേർക്ക് അയച്ചു കൊടുത്താൽ പിന്നെ നമ്മളൊരു ഉടമസ്ഥത നമുക്ക് ലഭിക്കുകയാണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ലോകം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ ആ സന്ദേശത്തിന്റെ ഉടമസ്ഥത സ്വന്തമാക്കാനുള്ള നമ്മുടെ ത്വര, അല്ലെ? അപ്പം നമ്മൾ കുറച്ച് വലിയ എന്തോ ആയിത്തീർന്ന് എന്നുള്ള ഒരു ചിന്ത, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്. 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്. അപ്പം നമ്മൾ ആ വ്യക്തി മുമ്പുണ്ടായിരുന്ന വ്യക്തിയെ അല്ല, ഇതങ്ങോട്ട് അയച്ചു കൊടുത്തതോടുകൂടി നമ്മൾ ആളാകെ മാറി, നമ്മുടെ ലോകം തന്നെ മാറി, നമ്മൾക്ക് പുതിയ ചില ഭാവങ്ങൾ നമുക്ക് കൈവരികയാണ്, നമ്മൾ സ്വയം ഒരു മതിപ്പ് നമുക്ക് വർദ്ധിക്കുകയാണ്. അങ്ങനെ 150 സിനിമകളിലെ നമ്മൾ ഹാസ്യതാരമാകുന്ന ഒരു തമാശയാണ് നമ്മൾ അയച്ചു കൊടുത്തത്. അപ്പോഴത്തേക്കും നമ്മൾ ഇതിപ്പം നമുക്കറിയാമല്ലോ, ഈ നവമാധ്യമങ്ങളിലൊക്കെ നിരന്തരം നമ്മൾ കാണുന്ന റീലുകളും, അല്ലേ, അതുപോലെ ട്രോളുകളും ഒക്കെ
ഇതിന് ഇപ്പം ഇന്നവരെന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എഴുതാം, ആർക്ക് വേണമെങ്കിലും അയക്കാം, ആർക്ക് വേണമെങ്കിലും എന്താണ് ഇതിൻ്റെ നമ്മൾ സ്വന്തമായിട്ട് രചിച്ചതല്ലെങ്കിലും നമുക്ക് പ്രസാധകരാവാം, അല്ലേ? അതുപോലെ എഴുത്തുകാരാവാം, പ്രസാധകരാവാം, അയച്ചു. ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ നൽകുന്ന ഒരിടവും കൂടിയാണ് ഈ നവമാധ്യമങ്ങൾ. അതുകൊണ്ട് 150 സിനിമകളിലെ ഹാസ്യതാരമായിട്ട് നമ്മൾ മാറുകയാണ്, അല്ലേ? ചിരിപ്പിക്കുകയാണ് നമ്മൾ ആളുകളെ. 150 ലോകങ്ങളുടെ ഉടമയായി മാറുകയാണ്. അതാണ് ഈ ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ സന്ദേശം നമ്മൾ അയച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മൾക്ക് പുതിയ ഒരു ലോകം, അല്ലെ? 150 ഇടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. 150 പേരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, അവിടെ നമ്മൾ ഹാസ്യതാരമാകുന്നു, അല്ലെ? അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ലോകത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ മാറുന്നതായി നമുക്ക് തോന്നുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ നമ്മുടെ കവി പങ്കിടുന്നത്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഈ നവമാധ്യമങ്ങൾ നമ്മൾ എത്രത്തോളം ആഘോഷമാക്കുന്നു, നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിക്കുന്നു എന്നതിനെ നമ്മൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കവിതയും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കവിത. സമകാലികരായിട്ടുള്ള മലയാള കവികളിൽ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് PN ഗോപികൃഷ്ണൻ എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇടിക്കാലൂരി പനമ്പട്ടടി, ബിരിയാണിയും മറ്റു കവിതകളും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ, ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത്, പ്രളയവാരിധി നടുവിൽ നാം, കവിത മാംസഭോജിയാണ്, ഒരു വ്യവസ്ഥയും ആത്മഹത്യ ചെയ്യുന്നില്ല തുടങ്ങിയ കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇതിൽ ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതയ്ക്ക് 2014 കേരള സാഹിത്യ അക്കാദമി അവാർഡും കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് 2023 ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ചോദ്യോത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.